ദുൽഖർ സൽമാൻ നായകനായ പാൻ ഇന്ത്യൻ ചിത്രം ലക്കി ഭാസ്കർ 3 മാസങ്ങൾക്ക് മുൻപാണ് OTT റിലീസായി നെറ്റ്ഫ്ലിക്സിലെത്തിയത്. അതിനു മുൻപ് തന്നെ തിയേറ്ററുകളിൽ ഹിറ്റായ ചിത്രം ആഗോളതലത്തിൽ 110 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നു. ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായിരുന്നു ലക്കി ഭാസ്കർ. ഇപ്പോഴത്തെ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ അത്യപൂർവ്വ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായി 100 ദിവസം നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യ ടോപ്പ് 10-ൽ സ്ഥാനം പിടിച്ച ആദ്യ സൗത്ത് ഇന്ത്യൻ ചിത്രമായിരിക്കുകയാണ് ലക്കി ഭാസ്കർ. RRR, ദേവര, കൽക്കി എന്നീ സിനിമകളെ പിന്തള്ളിയാണ് ലക്കി ഭാസ്കർ ഈ റെക്കോർഡ് നേടിയിരിക്കുന്നത്. ഇതോടെ ഇന്ത്യൻ സിനിമയിൽ തരംഗം സൃഷ്ടിച്ച മറ്റൊരു തെന്നിന്ത്യൻ ചിത്രത്തിനും സ്വന്തമാക്കാനാവാത്ത റെക്കോർഡാണ് ലക്കി ഭാസ്കർ നേടിയിരിക്കുന്നത്. ബോക്സ് ഓഫീസിലെ 100 കോടി പോലെ തന്നെ ഈ നേട്ടവും ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ. തിയേറ്ററുകളോളം പ്രാധാന്യം OTT-ക്കുമുള്ള ഇക്കാലത്ത് ഈ 100 ദിവസത്തെ നേട്ടത്തിനും വലിയ വിലയുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ഇത്രയേറെ സിനിമകളും സീരീസുകളുമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ദിവസം ടോപ്പ് 10-ൽ തുടരുക അത്ര എളുപ്പമല്ല. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടിക്ക് മുകളിൽ നേടിയ ലക്കി ഭാസ്കർ കേരളത്തിലും വലിയ നേട്ടം കൈവരിച്ചിരുന്നു. ആദ്യ ദിനം തന്നെ 2.05 കോടി കേരളത്തിൽ നിന്ന് നേടിയ ചിത്രം 21.55 കോടി ഫൈനൽ കളക്ഷനായി സ്വന്തമാക്കിയിരുന്നു. പീരിയോഡിക് ഡ്രാമ ത്രില്ലറായി ഒരുക്കിയ ചിത്രം 1992-ൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്ന കുപ്രസിദ്ധമായ തട്ടിപ്പിന്റെ കഥയാണ് പറയുന്നത്. മീനാക്ഷി ചൌധരി നായികാവേഷത്തിലെത്തിയ ചിത്രം സൂര്യദേവര, നാഗവംശി, സായി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ 4 സിനിമാസും ചേർന്നാണ് നിർമ്മിച്ചത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.